നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയെ ആസ്വദിച്ചു തുടങ്ങി. നമ്മൾ അർജുനനായി തുടങ്ങി. നമ്മൾ നേരത്തെ വിചാരിച്ചത് ഏതോ ഒരു അർജുനന് വേണ്ടി ഭഗവാൻ കൊടുത്ത അറിവാണ്, എനിക്കതിൽ വലിയ ബന്ധമൊന്നുമില്ല, ഞാനത് വായിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ നമുക്ക് ബോധ്യം വന്ന് തുടങ്ങി, ഇത് അതേ മഹാഭാരത യുദ്ധക്കളമാണ്. ഭഗവാൻ എൻ്റെ കൂടി ഭഗവാനാണ്. ഭഗവാൻ അവതരിക്കുന്നത് എൻ്റെ കൂടി ദുഃഖങ്ങൾ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയാണ്. ഞാനാണ് ജ്ഞാനം ആർജിക്കുന്ന അർജുനൻ. എൻ്റെ മഹാസൗഭാഗ്യമാണ് ഭഗവാൻ ഭൂമിയിൽ വരുമ്പോൾ എന്നെ കൂടി വിളിച്ചിരിക്കുകയാണ്. നോക്കൂ, നമുക്ക് ഗാന്ധിജിയുടെ അടുത്ത് വലിയ അടുപ്പമുണ്ടായിരുന്നു. ബുദ്ധന്റെ കാലത്ത് ബുദ്ധനോട് നമുക്ക് വലിയ അടുപ്പമുണ്ടായിരുന്നു എന്നെല്ലാം നമുക്ക് ഒരു അറിവ് കിട്ടാണ്. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് എത്ര അനുഭൂതിയും സന്തോഷവും അഭിമാനവും ഉണ്ടായിരിക്കും. പക്ഷേ ഈ സമയത്തൊരു ഭാഗ്യം എന്താണ്? ഈശ്വരൻ, എല്ലാ ആത്മാക്കളുടെയും അച്ഛൻ. മഹാത്മാഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവാണെങ്കിൽ ജഗത് പിതാവായ ഭഗവാൻ, ബുദ്ധനെ വലിയൊരു ഗുരുവായിട്ട് എല്ലാവരും കരുതുമെങ്കിൽ ജഗത് ഗുരുവായ സാക്ഷാൽ ഭഗവാൻ തന്നെ വരുമ്പോൾ എന്നെ കൂടി ഭഗവാൻ വിളിച്ചു. ഞാനൊരു ദൗത്യത്തിനായി ഭൂമിയിൽ വന്നിരിക്കുകയാണ്, നീയും കൂടി എൻ്റെ കൂടെ ചേരണമെന്ന് പറയുമ്പോൾ ആ ക്ഷണമല്ലേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഇൻവിറ്റേഷൻ. ഈശ്വരൻ പറയാണ്, നീ എൻ്റെ കൂടെ നിൽക്കണം. അതെല്ലാം വലിയൊരു ഭാഗ്യമാണ്. ഇത് പറയല്ലേ, കോടിയിൽ ചിലർക്ക് ആ ഭാഗ്യം കിട്ടുള്ളൂ. ആരെയാണ് ഈശ്വരൻ എടുക്കുന്നതെന്നറിയാമോ? നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇതൊന്നും സാധാരണക്കാർക്ക് പറ്റില്ല. പക്ഷെ ഭഗവത്ഗീത പറയാണ്, ഇത് സാധാരണക്കാർക്ക് പറ്റൂ. പരിത്രാണായ സാധൂനാം. ഇതിന് പാണ്ഡിത്യം ആവശ്യമുണ്ടോ? ഗീതയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു കൂട്ടരാരാന്നറിയാമോ? വേദവാദരഥന്മാര്. അർജുന, ഈ വേദവാദരഥന്മാർക്ക് ഏകാഗ്രത കിട്ടത്തില്ല. നന്നായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർ പല പുസ്തകങ്ങളും കോട്ട് ചെയ്യും. ഈ ലോകത്തുള്ള എല്ലാ പുസ്തകങ്ങളും അവർക്ക് അറിയാമായിരിക്കും. നല്ല മെമ്മറി പവർ ഉണ്ടായിരിക്കും. പക്ഷേ ഭഗവാൻ പറയാണ്, അവരുടെ മനസ്സ് എൻ്റെ അടുത്തേക്ക് വരില്ല. അവരുടെ മനസ്സ് പുസ്തകങ്ങളിലേ പോവുകയുള്ളൂ. ഇനി ഈ ലോകത്ത് അമിതമായ സൗന്ദര്യ ചിന്തയുള്ള ഒരാൾ, മനസ്സാണല്ലോ ഈ സൗന്ദര്യത്തിലേക്കൊക്കെ പോകുന്നത്. അങ്ങനെ ഈ സൗന്ദര്യ ചിന്തയുള്ള മനസ്സുകൾക്കും ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. വാസ്തവത്തില് നമുക്ക് വലിയ സൗന്ദര്യമൊന്നും ഈ സമയത്ത് ഇല്ലെങ്കിൽ വലിയ ഭാഗ്യമാണെന്ന് കൂട്ടിക്കൊള്ളുക. ഇനി ധനം. ഈ ധനത്തിന് പിറകെ നടക്കുന്നവർക്ക് എങ്ങനെയാണ് ആ സർവശ്രേഷ്ഠ ധനമായ ജ്ഞാനത്തിലേക്കും ഭഗവാനിലേക്കും ചെല്ലാൻ പറ്റുന്നത്? അവരുടെ മനസ്സ് ഭൂരിഭാഗവും ഈ ഇഹലോകത്തിലെ ഒരു 10 തുട്ടുണ്ടാക്കാനുള്ള ചിന്തയിലൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള മനസ്സുകൾക്കും ഈശ്വരന്റെ അടുത്തേക്ക് പോകാൻ വലിയ പാടാണ്. ഇനി എനിക്ക് എല്ലാ വലിയ വലിയ ആൾക്കാരോട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. എനിക്കൊരു പ്രശ്നം വരാണെങ്കിൽ എനിക്ക് ആരെ വിളിച്ചാലും എനിക്ക് കാര്യങ്ങൾ നടപ്പാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സ് ആ ബന്ധങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. എൻ്റെ മനസ്സ് സർവരക്ഷാസ്ഥാനമായ ഈശ്വരനിലേക്ക് പോകില്ല. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ചില ഈ കോംപ്ലക്സുകളുണ്ടല്ലോ, ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. ഇതാണ് ഏറ്റവും വലിയ തടസ്സം. ഇതൊക്കെ ഉള്ളവർക്ക് ഈശ്വരന് ആരോടും ഒരു വിദ്വേഷമില്ല, ഒരു പക്ഷപാതവുമില്ല. ഗീതയിൽ ഭഗവാൻ പറഞ്ഞു, എനിക്ക് പക്ഷപാതമേ ഇല്ല അർജുന, എനിക്ക് ശത്രുവില്ല, എനിക്ക് മിത്രവുമില്ല, എനിക്ക് എല്ലാവരും തുല്യമാണ്. പക്ഷേ ഈ സമൂഹത്തിന്റെ ബാഹ്യതലങ്ങൾ നോക്കി അവർക്ക് വലിയ സൗന്ദര്യമുണ്ട്, പണമുണ്ട്, സ്ഥാനമാനാദികളുണ്ട്, കഴിവുണ്ട്. ഭഗവാൻ പറഞ്ഞു, അതൊന്നും ഇല്ലേ, വലിയ ഭാഗ്യമായിട്ട് കൂട്ടിക്കൊള്ളുക. അങ്ങനെ വലുതായിട്ട് ഒന്നുമില്ലാത്തവർക്ക്, കുചേലന്മാരായിരിക്കുന്നവർക്ക് മനസ്സിനെ ഈശ്വരന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ, ഒരു യോഗിയാകാൻ എളുപ്പമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഭഗവത്ഗീത നമ്മളോട് പറയുന്നത്, പുറത്ത് ഒരു അർജുനനെ കാണരുത്, ഞാൻ അർജുനനായിട്ട് മാറണം. എനിക്ക് ഇന്നത്തെ ലോകത്തിന്റെ ഈ പോക്കില് എനിക്ക് വലിയ പ്രയാസമുണ്ട്. ഭീഷ്മാചാര്യരും ദ്രോണാചാര്യരും ഭഗവാന്റെ അടുത്ത് ചോദ്യം ചോദിച്ചില്ല. എല്ലാം നഷ്ടപ്പെട്ട അർജുനനാണ് ഭഗവാനോട് ചോദിച്ചത്, ദൈവമേ, ഈ യുദ്ധം കൊണ്ട് എനിക്ക് എന്ത് കിട്ടാൻ? എന്റെ ബന്ധുമിത്രാദികളുടെ രക്തം കൊണ്ട് ഈ രക്തമലിഞ്ഞ ഈ ഭൂമി എനിക്ക് വേണ്ട. എല്ലാം നഷ്ടപ്പെട്ട അർജുനനാണ് ആ ചോദ്യം ചോദിച്ചത്. അങ്ങനെയുള്ളൊരു മനസ്സ് നമുക്കുണ്ട്. അതായത് ഇന്നത്തെ ഈ ലോകത്തിന്റെ തെറ്റായ പോക്കിൽ വേദനിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ട്.
ഇന്നത്തെ സമൂഹത്തിലെ തിന്മകൾ ഇല്ലാണ്ടാക്കാൻ വേണ്ടി തന്റെ കഴിവിനനുസരിച്ച് വലുതായി പ്രവർത്തിക്കുന്ന പലരും, അത് രാഷ്ട്രീയത്തിലുണ്ടാവും, ആത്മീയതയിലുണ്ടാവും, സാമൂഹ്യ പ്രവർത്തനത്തിലുണ്ടാവും. പക്ഷെ എനിക്ക് അതിനുള്ള കഴിവുകളുമില്ല. അവിടെയാണ് ഈശ്വരൻ നമ്മളെ കൂട്ടുപിടിച്ച് നമ്മളിലൂടെ ഈ ലോകത്തെ മാറ്റുന്നത്. അപ്പോ ഗീത ശരിയായ രീതിയിൽ അനുഷ്ഠിക്കണമെങ്കിൽ നമ്മൾ അർജുനനായിട്ട് മാറണം. ഈ പുരാണത്തിലും ഇതിഹാസത്തിലൊക്കെ പറയുന്ന കാര്യങ്ങൾ നടക്കുന്ന സമയം ഇതാണ് എന്ന് നമ്മളൊന്ന് തിരിച്ചറിയണം. വേറെ ഒരു സമയത്ത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയില്ല. കാലത്തിന്റെ ആ ഘടികാരം ആ സമയത്ത് എത്തി നിൽക്കുമ്പോഴാണ് കാലത്തിന്റെ അധിപൻ ഈ ഭൂമിയിലേക്ക് വരുന്നത്. അപ്പോൾ മാത്രമേ ഈ രഹസ്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുള്ളൂ. അപ്പോൾ മാത്രമേ നമ്മളും ഈശ്വരനും ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഗീതയുടെ 1-ാം അധ്യായത്തിൽ മനുഷ്യന്റെ ദുഃഖങ്ങളാണ്, അർജുനന്റെ വേദനകൾ, അർജുനന്റെ പരിഭവങ്ങളും പരാതികളും ഭഗവാന്റെ മുമ്പിൽ അങ്ങ് തുറക്കണം. ഒരക്ഷരം ഭഗവാൻ മിണ്ടുന്നതായിട്ട് കാണിക്കുന്നില്ല. അതെല്ലാം ഒരു ഗുരുവിന്റെ അല്ലെങ്കിൽ ഒരു ശ്രേഷ്ഠ അധ്യാപകന്റെ അല്ലെങ്കിൽ ഒരു മനഃശാസ്ത്രജ്ഞന്റെ രീതികളാണ് അവ കാണിച്ചു വച്ചിരിക്കുന്നത്. പറയട്ടെ, കരയട്ടെ. അർജുനൻ കുറെ പറഞ്ഞു, അർജുനൻ കുറെ കരഞ്ഞു. 11-ാം ശ്ലോകം, 2-ാം അധ്യായത്തിന്റെ 11-ാം ശ്ലോകത്തിലാണ് ഭഗവാൻ പറയാൻ തുടങ്ങുന്നത്. അതിനു മുമ്പ് ഒന്ന് രണ്ട് വഴക്ക് പറഞ്ഞു. ഭഗവാൻ എങ്ങനെ തുടങ്ങുന്നത്, എങ്ങനെ വ്യാസമഹർഷി കാണിച്ചു വെച്ചിരിക്കുന്നത്? അശോച്ചാൻ അന്യശോചസ്തം പ്രജ്ഞാവാദാം ച ഭാഷസി. ഒരക്ഷരം പിന്നെ അർജുനന് മിണ്ടാൻ പറ്റില്ല. മനസ്സിലാക്കിക്കൊള്ളണം, ഇങ്ങനെ ഭഗവാൻ ഒരു യുദ്ധക്കളത്തിൽ നിന്ന് ശ്ലോകം ചൊല്ലിയെന്നല്ല, മനുഷ്യന്റെ വ്യഥകളും പരാതികളും ഭഗവാന്റെ മുമ്പിൽ നിരത്തുമ്പോൾ ഭഗവാൻ അവിടെ സ്വാന്തനിപ്പിക്കുന്നില്ല, ആശ്വസിപ്പിക്കുന്നു പോലുമില്ല. പകരം ഭഗവാൻ കുറിക്കൊള്ളുന്നൊരു വാക്കാണ് പറഞ്ഞത്. വിവരമുള്ളവന്റെ മട്ടിൽ സംസാരിക്കുന്നു, വിവരമില്ലാത്തവനെ പോലെ കരയുന്നു. അവിടെ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി കൊടുത്തു. അർജുന, ജ്ഞാനിയുടെ മട്ടിൽ നീ സംസാരിക്കുന്നു, പക്ഷെ നീ വിറയ്ക്കുന്നു, നീ കരയുന്നു. അത് ജ്ഞാനിയുടെ ലക്ഷണമല്ല അർജുന. എന്നിട്ട് ഗീതയുടെ ലക്ഷ്യം, ജ്ഞാനിയുടെ ലക്ഷണം, നമ്മൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യമാക്കേണ്ടത്, ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടാണ് ഭഗവത്ഗീത ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇതിനെ ഭാഷ്യം ചമച്ച ശങ്കരാചാര്യസ്വാമികൾ ഗീതയുടെ 2-ാം അധ്യായമായ സാഖ്യയോഗത്തിലെ 11-ാം ശ്ലോകത്തിൽ നിന്ന് മുതലേ ഈ ഭാഷ്യം ആരംഭിക്കുന്നുള്ളൂ. സ്നേഹമാം കടലിൽ നിത്യം മോഹമകറ്റി നീന്തുന്നു. സ്നേഹമാം കടലിൽ നിത്യം മോഹമകറ്റി നീന്തുന്നു. ധന്യമാം രാജയോഗിയാകാൻ മനസ്സിലെപ്പോഴും ശിവസ്മൃതി മാത്രം. ധന്യമാം രാജയോഗിയാകാൻ മനസ്സിലെപ്പോഴും ശിവസ്മൃതി മാത്രം. സ്നേഹമാം കടലിൽ നിത്യം മോഹമകറ്റി നീന്തുന്നു. ബ്രഹ്മവും ശിവനും വേറെ വേറെ എന്നറിഞ്ഞ ജ്ഞാനി ഞാൻ. ബ്രഹ്മവും ശിവനും വേറെ വേറെ എന്നറിഞ്ഞ ജ്ഞാനി ഞാൻ.
മകറ്റി നീന്തുന്നു. ധന്യമാം രാജയോഗിയാകാൻ മനസ്സിലെപ്പോഴും ശിവസ്മൃതി മാത്രം. വീടുവിട്ടു പോകുന്നില്ല, നാടുവിട്ടു പോകുന്നില്ല. വീടുവിട്ടു പോകുന്നില്ല, നാടുവിട്ടു പോകുന്നില്ല. ബന്ധങ്ങൾ മുറിക്കുന്നില്ല, ശിവബന്ധം സർവസംബന്ധം. ബന്ധങ്ങൾ മുറിക്കുന്നില്ല, ശിവബന്ധം സർവസംബന്ധം. സ്നേഹമാം കടലിൽ നിത്യം മോഹമകറ്റി നീന്തുന്നു. ധന്യമാം രാജയോഗിയാകാൻ മനസ്സിലെപ്പോഴും ശിവസ്മൃതി മാത്രം. മനസ്സിലെപ്പോഴും ശിവസ്മൃതി മാത്രം.